ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ലഹരിക്കെതിരെ നമ്മുടെ ഗവൺമെന്റ് ഉഗ്ര പോരാട്ടമാണ് നടത്തുന്നത്. ലഹരി വിപണനത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും തായ്വേരറുത്ത് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മഹായജ്ഞം ജനപങ്കാളിത്തത്തോടെ തുടരുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. മറ്റൊരു ഭാഗത്ത് ഫ്രൈഡേ തുടരും എന്നും അറിയിച്ചു. എന്താണ് ഫ്രൈഡേ? 1-ാം തീയതി മദ്യം കൊടുക്കത്തില്ല സാധാരണ ഇടങ്ങളിൽ. അതാണ് ഫ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വാണിജ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 1-ാം തീയതിയും പ്രത്യേക അനുമതിയോടെ മദ്യം നൽകാം. അപേക്ഷിക്കുന്നതിനനുസരിച്ച് എക്സൈസ് കമ്മീഷണർ അനുമതി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നിയമവും ഉണ്ടാക്കിയിട്ടുണ്ട്. 1-ാം തീയതി അത് ചിലർക്ക് വിഷവും, എന്നാൽ മറ്റു ദിവസങ്ങളിൽ അത് വൈറ്റമിനോ അല്ലെങ്കിൽ പാല് പോലെയോ ഒക്കെ മനുഷ്യർക്ക് പ്രയോജനകരവും എന്നുള്ളതാകുന്ന രീതിയാണല്ലോ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ മുന്തിയ ഹോട്ടലുകളിൽ, സ്റ്റാർ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എപ്പോഴും എങ്ങനെയും കൊടുക്കാം എന്നതുമാണല്ലോ ഈ പ്രസ്താവനകൾ കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. 17-ന് സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു വിധത്തിൽ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. ഈ മദ്യം നിമിത്തമായിട്ട് അനേക കുടുംബങ്ങൾ തകരുകയാണ്, പട്ടിണിയിലാണ്. അവിടുത്തെ സ്ത്രീകൾ വളരെ ത്യാഗം സഹിക്കുന്നു, വേദനപ്പെടുന്നു. ആ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, അനേക ഡിവോഴ്സ് നടക്കുന്നു, കുടുംബഛിദ്രം നടക്കുന്നു. ഇതെല്ലാം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളതാകുന്ന പ്രസ്താവനകൾ. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? നഹൂം 1:10 അവർ കൂടിപ്പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങി പോകും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അത് തീക്ക് ഇരയായി തീരും എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21:34 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ളതാകുന്ന വലിയ മുന്നറിയിപ്പും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 6:10 മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരീരത്തിനും മാത്രമല്ല, ആത്മാവിനും അഥവാ ദോഷം ചെയ്യുന്നതായ ഉഗ്രവിഷണം തന്നെയാണ് ഈ മദ്യം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ മുന്തിയ ഭാഗം ഇതാകയാൽ കുടുംബങ്ങൾ തകർന്നാലും കുഴപ്പമില്ല, സമൂഹം അധപ്പതിച്ചാലും കുഴപ്പമില്ല, ഏതെല്ലാം കൊലപാതകങ്ങളോ കൊള്ളിവയ്പ്പുകളോ നമ്മുടെ സമൂഹത്തിൽ നടന്നാലും കുഴപ്പമില്ല, അഥവാ ഖജനാവിലേക്ക് പണം ഒഴുകണം എന്നുള്ളതാകുന്ന ഈ വ്യവസ്ഥ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് നന്മ അനുഭവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിന് ചിലവിടുന്നതാകുന്ന പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലവസരങ്ങൾക്കോ ഫാക്ടറികൾക്കോ ഒക്കെ ആരംഭിപ്പാൻ ഇടയായിരുന്നുവെങ്കിൽ എത്രയോ പേർക്ക് നല്ല ഉപജീവന മാർഗങ്ങൾ ആകുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് നിത്യമരണത്തിൽ കൊണ്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പൈശാചിക മദ്യത്തിന്റെ പുറകെ, ഈ ലഹരിയുടെ പുറകെ പോയി നശിക്കരുതേ ജനം. അത് നാളെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നൊഴിഞ്ഞു മാറാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്ത്
പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴി, ജീവിതമാകും പെരുവഴി, പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുക നീ ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ സർവം മായയല്ലോ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ? പണം കൊടുത്താൽ മണിമേട വാങ്ങാം, ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ, നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ, നിത്യഭവനം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ